കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് അവൻ്റെ ഒരു അനുഭവം വളരെ വിഷമത്തോടൊരു പങ്കുവെക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരുപക്ഷെ പലർക്കും അനുഭവങ്ങളൊരു കാര്യമായിട്ട് തോന്നി. അവനിവിടെ ഖത്തറിൽ ജോലിയുള്ള ആളാണ്. നാട്ടിൽ ലീവിന് പോയപ്പോൾ എല്ലാവരുമായിട്ടും വളരെ സൗഹാർദ്ദത്തിലുള്ള വളരെ സ്നേഹിയായിട്ടുള്ള നല്ലൊരു പയ്യനാണ്. ചെറുപ്പക്കാരൊക്കെ നല്ല കമ്പനി അടിക്കുന്ന പയ്യനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഒരു പാരലൽ വേൾഡിലുള്ള ഒരു ആൽഫ ജനറേഷനാണല്ലോ. എല്ലാവരും അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഒരു പയ്യൻ +2 പഠിക്കുന്ന പയ്യനാണ്. എൻ്റെ സുഹൃത്തിനെ അറിയാവുന്ന ആ പയ്യൻ്റെ ഉപ്പാനും ഉമ്മാനും രക്ഷിതാക്കളൊക്കെ എനിക്ക് ഫാമിലിയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പയ്യൻ ഈ ഉപ്പാടിയും ഉമ്മാടിയും ജീവൻ്റെ തുടിപ്പ് എന്ന് പറയുന്ന പോലെ എല്ലാ പ്രതീക്ഷകളും ഈ മകനില്ല. ഈ മകന് അവർ സ്വാഭാവികമായിട്ട് അവരുടെ പിയർ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് അവരെ സമപ്രായരൊക്കെ ആയിട്ട് കമ്പനി അടിക്കുമല്ലോ. അങ്ങനെ നല്ല രൂപത്തിൽ കമ്പനി അടിച്ച് മുന്നോട്ടുള്ള പോക്കാണ്. പക്ഷേ പിന്നീട് അത് ടർഫിൽ കളിക്കാൻ പോക്കും, പിന്നെ രാത്രിയിൽ അസമയത്ത് ബൈക്കിൽ കറങ്ങലും. അങ്ങനെ എൻ്റെ ഈ സുഹൃത്തുക്കളെ വാച്ച് ചെയ്തപ്പോൾ അവർ അത്ര സുഖകരമല്ലാത്ത രൂപത്തിലുള്ള ടീമുകളൊക്കെ ഇട്ട് നന്നായിട്ട് കമ്പനി അടിക്കുകയും പല സ്ഥലങ്ങളിൽ കാണുകയും അത് പിന്നീട് വാച്ച് ചെയ്തപ്പോൾ അവർ കഞ്ചാവും MDMA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പുതിയ കാലം നമുക്കറിയാമല്ലോ, അതില്ലാത്തൊരു പ്രദേശമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിൻ്റെ ഭാഗമായിട്ട് കൂട്ടുകൂടുന്നതായിട്ട് കണ്ടപ്പോൾ എൻ്റെ ഈ സുഹൃത്തിനെ ഉപദേശിക്കാൻ നോക്കിയിട്ട് നടക്കുന്ന കാര്യമായിട്ട് തോന്നിയില്ല. അപ്പോൾ അതിൻ്റെ ഈ മകനെക്കുറിച്ച് അവൻ്റെ ഉപ്പയും ഉമ്മയും വലിയ പ്രതീക്ഷയായിട്ടല്ല വെച്ച് നടക്കുന്നത്. അപ്പോൾ ആ പ്രതീക്ഷ എല്ലാം അസ്തമിക്കുന്ന രൂപത്തിലേക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ നല്ല ചീറിപ്പാഞ്ഞ് പോകുന്ന വലിയൊരു ഹൈവേയിൽ ഒരുപാട് വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ അവിടേക്ക് ചെറിയൊരു കുട്ടി ആ റോട്ടിൽ ഓടി പോകുമ്പോൾ നമ്മൾ പോയി അതിനെ പിടിക്കില്ലേ, രക്ഷിക്കില്ലേ, ജീവൻ അപകടത്തിലാവില്ലേ എന്നുള്ള രൂപത്തിൽ ഇവരുടെ കൂട്ടുകെട്ടിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുത്തിയപ്പോൾ കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറയുക, വളരെ വിഷമത്തോടെ പറയുക, ഇത്രയധികം ജീവിതത്തിൽ പഴി കേൾക്കേണ്ടി വന്ന, മോശം വാക്കുകൾ കേൾക്കേണ്ടി വന്ന, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയിട്ട് ഇത്രയധികം കുറ്റപ്പെടുത്തലുകൾ ഏൽക്കേണ്ടി വന്നൊരു സാഹചര്യം എനിക്കുണ്ടായിട്ടില്ല എന്ന്. നല്ല ഉദ്ദേശത്തിന് എൻ്റെ സുഹൃത്ത് പോയത്. ഇത് പലർക്കും പലയിടങ്ങളിൽ ഞാൻ പല സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് പങ്കുവെക്കാൻ തോന്നിപ്പോയി. ശേഷം അവൻ പറയുക, 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ വളരെ മോശമായ രൂപത്തിൽ എല്ലാത്തിനും അഡിക്റ്റായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തി. ഈ രക്ഷിതാക്കൾ വളരെ വിഷമകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിയെന്ന് പുറത്തുനിന്ന് കേൾക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വിഷമം എന്നോട് പങ്കുവെക്കുക. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടത്, നമ്മളെ മക്കളെക്കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുകയും ഒരുപക്ഷെ ആ സുഹൃത്ത് പറയുന്ന സമയത്ത് കേൾക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു കൗൺസിലിങ്ങിന് പോയി ഒരു 7 ദിവസമോ 21 ദിവസമോ അല്ലെങ്കിൽ ന്യൂറോ ലെവലോ അതല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ലെവലോ തിരിച്ചു പിടിക്കാവുന്നതിലുള്ളൂ. ഇന്നത്തെ അവസ്ഥ നമ്മളെ മക്കൾ പൊൻകുഞ്ഞ് തന്നെയാണ്. സ്വന്തം അമ്മ നൊന്ത് പ്രസവിച്ച അവരെ മക്കളെക്കുറിച്ചോ ഉപ്പാക്കും ഉമ്മാക്കൊന്നും അച്ഛനും അമ്മനൊന്നും അവരെ മക്കളെക്കുറിച്ചുള്ള കുറവുകൾ കേൾക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ശരിയാ. പക്ഷേ പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കുകയും അതിന് തുടക്കത്തിൽ എൻ്റെ പ്രതീതിയിലേക്ക് പോവുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? ഒരുപക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മളെ മക്കൾ അവർ നമ്മളെ കയ്യിലിരിപ്പോൾ പെർഫെക്റ്റാണ്. അവർ പുറത്ത് പുതിയ കാലത്ത് ഒരു മൊബൈൽ കിട്ടിയതിന് മറ്റൊരു ലോകത്താണ്. ആ മൊബൈലിലൂടെ നമ്മളൊന്നും കാണാത്ത പല ചാറ്റ് ഗ്രൂപ്പുകളിൽ അവരുള്ളത്. മറ്റൊരു ലോകത്തേക്ക് അവർ സഞ്ചരിക്കുക. 20% മാത്രമേ മക്കളെക്കുറിച്ച് നമുക്കറിയുള്ളൂ. പുറത്ത് പിന്നെ അവർ 80% നമുക്കറിയുന്നില്ല. അപ്പോൾ പുറത്തു നിന്ന് നല്ല ഉദ്ദേശത്തിൽ പറയുന്ന ആളുകൾ ഇങ്ങനെ പലയിടങ്ങളിൽ പല സൂചനകൾ പറയുമ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അതല്ലേ കോഴിക്കോടുള്ള മിനി എന്ന് പറയുന്ന ഒരു അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇരയാണ്, പൊൻകുഞ്ഞാണ് എന്ന് ധരിച്ചിട്ട് പലരും പറഞ്ഞപ്പോൾ അത് ഞാൻ എല്ലാത്തിനെയും അവഗണിച്ച് അതിൻ്റെ ഒരു വലിയൊരു ഇരയാണ് ഞാൻ, എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയുള്ളത്. എന്നിട്ട് പോലീസിൽ ഏൽപ്പിച്ച മകനെ എന്നിട്ട് പറയുക, അവസാനം പറഞ്ഞ വാക്കെന്താ, സ്വന്തം മക്കളെക്കുറിച്ച് നാം അവസാനം അവരുടെ എല്ലാ മോശത്തരങ്ങളെക്കുറിച്ചും ഏറ്റവും അവസാനം അറിയുന്ന ആൾ നിങ്ങളാവരുത്. അവൻ്റെ അമ്മയും അച്ഛനും അവൻ്റെ ഉമ്മയും ഉപ്പയും ആവരുത്. ആരെങ്കിലും പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതീതിയിലേക്ക് നമ്മൾ നീങ്ങാൻ ശ്രമിക്കണം. പണ്ടൊക്കെ നമ്മളിങ്ങനെ അവഗണിച്ച് കഴിഞ്ഞ് മാക്സിമം ഒരു ലഹരിയിലേക്ക് പോവുക. അതിന് പ്രതിവിധികളുണ്ട്. ഇന്ന് എത്തിപ്പെടുന്നത് സിന്തറ്റിക്കാണ്. അത് 5 വർഷം മെഡിക്കേഷൻ എടുത്താൽ പോലും തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ പൊൻകുഞ്ഞാണ്. അത് എല്ലാവർക്കും അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ തുടിപ്പ് തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷേ ഇത്തരം ഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വത്ത് തിരിച്ചു കിട്ടി. നാം ആർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് അവരെ നമുക്ക് തിരിച്ചു കിട്ടി അല്ലേ?